ഫ്രണ്ട്സ്, വെൽക്കം ടു ഇത്തിരീസ് മീഡിയ മിക്സ്. ഇത്തിരീസ് മീഡിയ മിക്സിൽ ഇന്ന് നമ്മൾ തയ്യാർ ചെയ്യുന്നത് രുചികരമായ കടലക്കറിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം. കടലക്കറി തയ്യാർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 200 ഗ്രാം കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് കടല ഒരു 6 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. ഞാനിതിപ്പോൾ 6 മണിക്കൂർ കുതിർത്ത് എടുത്തു വെച്ചിരിക്കുകയാണ്. നമുക്ക് പ്രഷർ കുക്കറിലേക്ക് നമ്മുടെ കടല ഇട്ട് കൊടുക്കാം. ഒരു സവോള, നീളത്തിലരിഞ്ഞ ഒരു സവോള, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 3 എണ്ണം നീളത്തിലരിഞ്ഞത്, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സമത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഗ്രേവി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇടാം. തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് 1 സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കരിഞ്ഞു പോകാതെ കൊണ്ട് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കാം. തേങ്ങ ഇപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2.5 സ്പൂൺ മുളക് പൊടി, 2.5 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് ഒരൽപ്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ വറുത്ത തേങ്ങ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ കടല വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കടല ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പൊക്കെ ചേർത്ത് കറിയാക്കി എടുക്കാം. ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങ കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കടുക് താളിച്ചെടുക്കാം. കടലക്കറി ഇപ്പോൾ 5 മിനിറ്റ് വെന്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കടുക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം, ഇടിയപ്പം, ഇഡ്ഡലി, ദോശ എന്നിവയുടെയൊക്കെ കൂട്ടത്തിൽ കഴിക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇത്തിരീസ് മീഡിയ മിക്സ് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.